ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ ഹൃദ്യമായ വിഷു ആശംസകൾ. പ്രധാന വാർത്തകൾ. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 135ാം ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലും പ്രചോദനാത്മകമായ ജീവിതം നയിച്ച മഹാത്മാവായിരുന്നു അംബേദ്കർ എന്ന് രാഷ്ട്രപതി. കണി കണ്ടും കൈനീട്ടം വാങ്ങിയും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും വിഷു ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന സന്ദർശിക്കും. ഹിസാർ അയോധ്യ വിമാന സർവീസ് ഉൾപ്പെടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ലേസർ ഉപയോഗിച്ച് ശത്രു ലക്ഷ്യങ്ങൾ തകർക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ആർജിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. IPL ക്രിക്കറ്റിൽ ഡൽഹിക്കെതിരെ മുംബൈക്ക് 12 റൺസ് ജയം. ഇന്ന് ലക്നൌ ചെന്നൈ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 135ാം ജന്മവാർഷിക ദിനമായ ഇന്ന് രാഷ്ട്രം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. അസാധാരണമായ പ്രതികൂല സാഹചര്യങ്ങളിലും പ്രചോദനാത്മകമായ ജീവിതം നയിച്ച ബാബാ സാഹിബ് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചെന്നും അസാധാരണമായ നേട്ടങ്ങളിലൂടെ ലോകത്തിന്റെ ആദരവ് നേടിയെന്നും രാഷ്ട്രപതി പറഞ്ഞു. വിശദാംശങ്ങൾ. സാമൂഹ്യ പരിഷ്കർത്താവ്, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, വിദ്യാഭ്യാസ വിദഗ്ധൻ, നിയമജ്ഞൻ എന്നിങ്ങനെ ബഹുമുഖ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അംബേദ്കർ. വനിതകളുടെയും പാർശ്വവത്കരിക്കപ്പെട്ടവരുടെയും സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിനായി അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമനീതി മന്ത്രിയായ അദ്ദേഹത്തിന് 1990-ൽ മരണാനന്തരം പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി രാഷ്ട്രം ആദരിച്ചു. Let us leave aside words which frighten people. Let us even make concession to the prejudices of our opponent. Bring them in so that they may willingly join with us on marching upon that road, which, as I said, if we walk long enough, must necessarily lead us to unity. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, മന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ ഇന്ന് രാവിലെ പാർലമെന്റ് മന്ദിരത്തിലെ ബാബാ സാഹിബിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. ഡോക്ടർ അംബേദ്കറുടെ ആദർശങ്ങൾ ജീവിതത്തിൽ പകർത്താനും സാമൂഹിക ഐക്യത്തിന്റെയും സമത്വത്തിന്റെയും ആത്മാവിനെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിജ്ഞയെടുക്കാനും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഡോക്ടർ അംബേദ്കർ നഗർ കോട്ട ന്യൂഡൽഹി എക്സ്പ്രസ് ട്രെയിൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്, കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. കോട്ടയിൽ നടന്ന ചടങ്ങിൽ ശ്രീ ബിർള പങ്കെടുത്തപ്പോൾ ന്യൂഡൽഹിയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഡോക്ടർ യാദവും ശ്രീ വൈഷ്ണവും പങ്കുചേർന്നു. കേന്ദ്ര വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി ഠാക്കൂർ ഡോക്ടർ അംബേദ്കർ നഗറിൽ പങ്കെടുത്തു. റെയിൽവേ പദ്ധതികൾക്കായി മധ്യപ്രദേശിന് 14,745 കോടി രൂപയും രാജസ്ഥാന് 9,960 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ടെന്ന് ശ്രീ വൈഷ്ണവ് പറഞ്ഞു. അംബേദ്കർ ജയന്തി ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാന സന്ദർശിക്കും. ഊർജ്ജ മേഖലയിലടക്കം നിരവധി പദ്ധതികൾക്കും അദ്ദേഹം നാളെ തുടക്കം കുറിക്കും. രാവിലെ ഹിസാറിൽ എത്തുന്ന പ്രധാനമന്ത്രി ഹിസാർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലിന്റെ ശിലാസ്ഥാപനവും ഹിസാർ അയോധ്യ വിമാന സർവീസും ഉദ്ഘാടനം ചെയ്യും. യമുന നഗറിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പ്രധാനമന്ത്രി പൊതുയോഗങ്ങളെയും അഭിസംബോധന ചെയ്യും. 8,470 കോടി രൂപ ചെലവിൽ 233 ഏക്കറിൽ സ്ഥാപിക്കുന്ന 800 മെഗാവാട്ട് അത്യാധുനിക താപവൈദ്യുത നിലയം, ഗോബർധൻ പദ്ധതിയുടെ ഭാഗമായ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കണി കണ്ടും കൈനീട്ടം വാങ്ങിയും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും വിഷു ആഘോഷിക്കുന്നു. പൊൻകുന്ന് ഒരുക്കി പ്രകൃതി പോലും വിഷുവിന് സ്വാഗതമരുളുന്നു. കാർഷിക സമൃദ്ധിയുടെ നല്ല നാളുകളെ പ്രതീക്ഷിക്കുന്ന കർഷകർക്ക് വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു. വിഷുപ്പുലരിയിൽ സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്ര ശ്രീകോവിലിൽ ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിന് വലതുഭാഗത്തായാണ് വിഷുക്കണി ഒരുക്കിയത്. സ്വർണ്ണ സിംഹാസനത്തിൽ കണ്ണന്റെ തങ്കത്തിടമ്പ് എഴുന്നള്ളിച്ചു വെച്ച് ആലവട്ടം, വെഞ്ചാമരം, നെറ്റിപ്പട്ടം എന്നിവ കൊണ്ട് അലങ്കരിച്ചു. മേടം 1 വിഷുപ്പുലരിയിൽ കാണുന്ന കണിയുടെ സൗഭാഗ്യം വർഷം മുഴുവൻ നിലനിൽക്കുമെന്നാണ് വിശ്വാസം. വിഷുനാളിൽ ആറന്മുള ക്ഷേത്രത്തിലും വിഷുക്കണി ദർശനത്തിനായി വൻ ഭക്തജനത്തിരക്ക്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
പുലർച്ചെ 4 മുതൽ തന്നെ ദർശനത്തിനെത്തിയ മുഴുവൻ ഭക്തർക്കും ക്ഷേത്ര മേൽശാന്തിയുടെ നേതൃത്വത്തിൽ വിഷുക്കൈനീട്ടവും നൽകുന്നുണ്ട്. മിക്ക പ്രധാന ക്ഷേത്രങ്ങളിലും വിഷുക്കണി ഒരുക്കുന്നത് നമസ്കാര മണ്ഡപത്തിലാണെങ്കിൽ ആറന്മുളയിൽ സോപാനപ്പടി മുതൽ ശ്രീകോവിൽ വരെയുള്ള ഭാഗത്ത് വിഷുക്കണി ഒരുക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. സ്വർണ്ണ തലക്കെട്ട്, സ്വർണ്ണക്കുടങ്ങൾ, വെള്ളിക്കുടങ്ങൾ എന്നിവയുൾപ്പെടെയാണ് ആറന്മുള ക്ഷേത്രത്തിൽ വിഷുക്കണി ഒരുക്കിയിരിക്കുന്നത്. ഭക്തിസാന്ദ്രമായി വിഷുപുലരിയിൽ സന്നിധാനം പുലർച്ചെ 4 ആരംഭിച്ച വിഷുക്കണി ദർശനം തുടരുകയാണ്. അയ്യപ്പ ചിത്രം ആലേഖനം ചെയ്ത സ്വർണ്ണ ലോക്കറ്റുകളുടെ വിതരണോദ്ഘാടനം രാവിലെ 8-ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ നിർവഹിക്കും. തന്ത്രി കണ്ഠരര് രാജീവര്, മേൽശാന്തി എസ്. അരുൺകുമാർ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ ഭക്തർക്ക് വിഷുക്കൈ നീട്ടവും നൽകുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സന്നിധാനത്തുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മണി മുതൽ വിഷുക്കണി ദർശനം ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മിസൈലുകൾ, ഫിക്സഡ് വിംഗ് പോർവിമാനങ്ങൾ, ആളില്ലാ വിമാനങ്ങൾ എന്നിവയെ ലേസർ രശ്മികൾ ഉപയോഗിച്ച് നേരിടാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് ഇന്ത്യ. US, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾ മാത്രമാണ് മുൻപ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. DRDOയ്ക്ക് കീഴിലുള്ള ഹൈദരാബാദിലെ ദി സെന്റർ ഫോർ ഹൈ എനർജി സിസ്റ്റംസ് ആൻഡ് സയൻസസിന്റെ നേതൃത്വത്തിലാണ് പരീക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചത്. 3.5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ സഹകരണ മേഖലയിൽ മോദി ഭരണകൂടം വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. ഭോപ്പാലിൽ ഒരു സംസ്ഥാനതല സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്ക് ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ വഹിച്ച പങ്ക് അദ്ദേഹം എടുത്തു പറഞ്ഞു. കേവലം കൃഷിക്കുള്ള ധനസഹായം ലഭ്യമാക്കുക എന്നതിനപ്പുറം പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ അഥവാ പാക്സ് ശ്രദ്ധേയമായ മറ്റു സേവനങ്ങളും ലഭ്യമാക്കുന്നുണ്ടെന്ന് അദ്ദേഹം വിലയിരുത്തി. को पुनर्जीवित करना, उत्पादन के क्षेत्र में सहकारिता को ले जाना, कोऑपरेटिव और ग्रामीण बैंकों के सुचारू व्यवस्थापन करना, सहकारिता मंत्रालय ने सबसे पहला काम किया. प्राइमरी सोसाइटी, जो प्राइमरी एग्रीकल्चर सोसाइटी के नाम से जानी जाती है, इसके लिए एक मॉडल बायलॉज बनाए और मॉडल बायलॉज को सभी राज्य सरकारों को भेजा. ജർമ്മൻ സംസ്ഥാനമായ ബവേറിയയുടെ മിനിസ്റ്റർ പ്രസിഡന്റ് മാർക്കസ് സോഡർ ന്യൂഡൽഹിയിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ്. ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ജർമ്മനിയുമായും യൂറോപ്യൻ യൂണിയനുമായും ഇന്ത്യയുടെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ ബവേറിയയുടെ സംഭാവനയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗിനെയും ശ്രീ സോഡർ സന്ദർശിച്ചു. ശാസ്ത്രം, സാങ്കേതികവിദ്യ, നൂതനാശയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഇന്തോ ജർമ്മൻ സഹകരണത്തിന്റെ പുരോഗതി മന്ത്രിമാർ വിലയിരുത്തി. ചൈനയിൽ നിന്നടക്കം ഇറക്കുമതി ചെയ്യുന്ന മരുന്ന് സംയുക്തങ്ങൾക്ക് കൂടുതൽ ചുങ്കം ഏർപ്പെടുത്താനൊരുങ്ങി അമേരിക്ക. അമേരിക്കൻ ആരോഗ്യ പാലന രംഗത്ത് വലിയ തോതിൽ സഹായകരമായ ഒന്നാണ് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള വിലക്കുറവുള്ള ജനറിക് മരുന്ന് സംയുക്തങ്ങൾ. അതിനിടെ സ്മാർട്ട് ഫോണുകൾ, അർദ്ധചാലകങ്ങൾ, കമ്പ്യൂട്ടറുകൾ എന്നിവയ്ക്ക് പ്രത്യേക ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്നും വാണിജ്യ സെക്രട്ടറി ഇന്നലെ വ്യക്തമാക്കി. നേരത്തെ ഇവയെ പകരച്ചുങ്കത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത നിയമസഭാ മണ്ഡലമായി കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. നവംബർ 1-ന് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിദരിദ്രരുടെ ശതമാനം കണക്കാക്കിയാൽ പല സംസ്ഥാനങ്ങളിലും വലിയ തോതിലാണ് ദാരിദ്ര്യാവസ്ഥ നിലനിൽക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു രാജസ്ഥാൻ റോയൽസിനെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ആവേശകരമായ രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ 12 റൺസിന് പരാജയപ്പെടുത്തി. മുംബൈയുടെ കരൺ ശർമ്മയാണ് കളിയിലെ താരം. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈയുമായി ഏറ്റുമുട്ടും. രാത്രി 7:30-നാണ് മത്സരം. അമേരിക്കയിൽ നടക്കുന്ന ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് 1-ൽ പുരുഷ റീകർവ് ടീം ഇനത്തിൽ ഇന്ത്യ വെള്ളി മെഡൽ നേടി. നേരത്തെ കോമ്പൌണ്ട് മിക്സഡ് ടീം ഇനത്തിൽ ഒരു സ്വർണവും കോമ്പൌണ്ട് പുരുഷ ടീമിൽ വെങ്കലവും ഇന്ത്യ നേടിയിരുന്നു. പുരുഷ റീകർവ് വ്യക്തിഗത ഇനത്തിൽ ധീരജ് മെഡൽ പ്രതീക്ഷ നിലനിർത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 135ാം ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലും പ്രചോദനാത്മകമായ ജീവിതം നയിച്ച മഹാത്മാവായിരുന്നു അംബേദ്കർ എന്ന് രാഷ്ട്രപതി. കണി കണ്ടും കൈനീട്ടം വാങ്ങിയും ലോകമെമ്പാടുമുള്ള മലയാളികൾ എന്ന ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും വിഷു ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന സന്ദർശിക്കും. ഹിസാർ, അയോധ്യ വിമാന സർവീസ് ഉൾപ്പെടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ലേസർ ഉപയോഗിച്ച് ശത്രു ലക്ഷ്യങ്ങൾ തകർക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ആർജിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ.
IPL ക്രിക്കറ്റിൽ ഡൽഹിക്കെതിരെ മുംബൈക്ക് 12 റൺസ് ജയം. ഇന്ന് ലക്നൌ ചെന്നൈ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.